നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന് പള്ളിക്കര ബീച്ചിൽ തുടക്കമായി. 10 ദിവസം നീളുന്ന ഫെസ്റ്റ് ഡിസംബർ 31-നാണ് അവസാനിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കി KSRTC. 30-ലധികം സർവീസുകളാണ് 3 വർഷമായി മുടങ്ങിയിരിക്കുന്നത്. കാസർഗോഡ് കളക്ട്രേറ്റ് വളപ്പിൽ ഒരുങ്ങുന്നത് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ ഏറ്റവും ഉയരമുള്ള ശില്പം. 40 അടി നീളത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അമ്മയും കുഞ്ഞും ശില്പം 3 മാസത്തിനകം പൂർത്തീകരിക്കും. ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായി കുഞ്ചത്തൂരിൽ നിർമ്മിച്ച അടിപ്പാത അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. ഇടുങ്ങിയ രീതിയിൽ നിർമ്മിച്ച അടിപ്പാത ഉപകാരത്തേക്കാൾ ഉപദ്രവമാകുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. KSTP റോഡ് വികസിപ്പിച്ചതോടെ കുഴിയിലായി കുമ്പള ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഇറക്കാൻ പറ്റാത്തതുൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊപ്പം അപകട സാധ്യതയും ഏറുന്നു. വിശ്വപരിവാര ബൺസ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് കാസർകോട്ട് തുടക്കമായി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടി എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന് പള്ളിക്കര ബീച്ചിൽ തുടക്കമായി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. തൈക്കുടം ബ്രിഡ്ജ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ബാൻഡോടുകൂടിയാണ് മേളയ്ക്ക് തുടക്കമായത്. 10 ദിവസം നീളുന്ന ഫെസ്റ്റ് ഡിസംബർ 31-നാണ് അവസാനിക്കുന്നത്. ബേക്കലിനെയും പരിസര പ്രദേശങ്ങളെയും ലോകത്തിനു മുന്നിൽ വീണ്ടും അടയാളപ്പെടുത്തുന്ന ബേക്കൽ ഫെസ്റ്റിന്റെ 2ാം പതിപ്പിൽ കലാപരിപാടികളും എക്സ്പോയും വിപണനമേളയുമാണ് സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത്. ജില്ലയുടെ തനത് കലാരൂപങ്ങളും പ്രാദേശിക കലാകാരന്മാരുടെ കലാവിരുന്നും മേളയുടെ ആകർഷകമാകും. വെള്ളിയാഴ്ച ആരംഭിച്ച ഫെസ്റ്റ് പുതുവർഷത്തെ വരവേറ്റ് ഡിസംബർ 31-ന് അവസാനിക്കും. ജാതി മത വർണ്ണ വർഗ്ഗഭേദമില്ലാതെ കല ആസ്വദിക്കാൻ 10,000 ഒത്തുകൂടുന്ന ഇടമായി ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ മാറുമെന്ന് സ്പീക്കർ AM ഷംസീർ പറഞ്ഞു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. M രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ഷാനവാസ് പാദൂർ, K മണികണ്ഠൻ, CS സൈമ, M കുമാരൻ, T ശോഭ, M ലക്ഷ്മി, മുൻ MP കരുണാകരൻ, മുൻ MLA-മാരായ KV കുഞ്ഞിരാമൻ, K കുഞ്ഞിരാമൻ, ഷാലു മാത്യു, TT സുരേന്ദ്രൻ, ലിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. കാസർഗോഡ് ജില്ലയിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കി KSRTC. 30-ലധികം സർവീസുകളാണ് 3 വർഷമായി മുടങ്ങിയിരിക്കുന്നത്. പുതിയ ബസ് അനുവദിക്കാത്തതും ജീവനക്കാരുടെ കുറവുമാണ് വെട്ടിച്ചുരുക്കാൻ കാരണം. അധികൃതരുടെ ഉദാസീനത യാത്രക്കാരെ വലക്കുകയാണ്. കോവിഡിന് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ജില്ലയിലെ 30 KSRTC സർവീസുകളാണ് 3 വർഷമായി മുടങ്ങിക്കിടക്കുന്നത്. കാലപ്പഴക്കം ചെന്ന് ഉപയോഗശൂന്യമായ ബസ്സുകൾക്ക് പകരം പുതിയ ബസ് ലഭിക്കാത്തതും ജീവനക്കാരുടെ അപര്യാപ്തതയുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ 13ഉം കാസർഗോഡ് നിന്ന് 17 സർവീസുകളുമാണ് നിർത്തലാക്കിയത്. വരുമാനത്തിൽ മുൻപന്തിയിലുള്ള സർവീസ് നിർത്തലാക്കിയതിൽ പെടും. യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്ത് സർവീസുകൾ വർദ്ധിപ്പിക്കാൻ KSRTC ചീഫ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് യൂണിറ്റുകളോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ തീരുമാനം എങ്ങും എത്തിയില്ല. ജീവനക്കാരുടെ കുറവാണ് ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കുന്നതിന് കാരണമെന്നാണ് KSRTC അധികൃതരുടെ വാദം. നിർത്തലാക്കിയ സർവീസുകൾ പുനഃസ്ഥാപിക്കുക, മികച്ച വരുമാനം ലഭിക്കുന്ന മലയോര ദീർഘദൂര റൂട്ടുകളിൽ അധിക സർവീസ് അനുവദിക്കുക തുടങ്ങിയവയാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കളക്ട്രേറ്റ് വളപ്പിൽ ഒരുങ്ങുന്നത് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ ഏറ്റവും ഉയരമുള്ള ശില്പം. 40 അടി നീളത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അമ്മയും കുഞ്ഞും ശില്പം 3 മാസത്തിനകം പൂർത്തീകരിക്കും. പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ ശില്പനിർമ്മാണമാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. കാസർകോട്ടെ കളക്ട്രേറ്റ് വളപ്പിൽ 2006-ലായിരുന്നു കാനായി കുഞ്ഞിരാമന്റെ മേൽനോട്ടത്തിൽ എൻഡോസൾഫാൻ ദുരിത സ്മാരക ശില്പത്തിന്റെ പ്രവൃത്തി തുടങ്ങിയത്. ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരന്തം രാജ്യത്ത് കത്തി നിൽക്കുന്ന സാഹചര്യമായിരുന്നതിനാൽ എൻഡോസൾഫാൻ ദുരിത സ്മാരക ശില്പമായി അമ്മയും കുഞ്ഞുമെന്ന ആശയം കാനായി തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഇതിനാൽ തന്നെ അദ്ദേഹം പ്രതിഫലവും ചോദിച്ചില്ല. എന്നാൽ സാമ്പത്തിക കാരണങ്ങളാൽ ശില്പനിർമ്മാണം മുടങ്ങി. പാതിയിലെത്തിയ ശില്പം ഒരു ദുരന്ത സ്മാരകം പോലെയായി. 2019 കോവിഡ് ലോക്ക്ഡൌൺ വന്നതോടെ ശില്പം ഉപേക്ഷിക്കപ്പെട്ടതുപോലെയായി. 17 വർഷമായി തുടരുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ 5ാമത്തെ ഭരണസമിതിക്ക് കീഴിലാണിപ്പോൾ. പദ്ധതി പൂർത്തിയാക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിച്ചു. തുടർന്നാണിപ്പോൾ ശില്പനിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നത്. എന്റെ ഏറ്റവും ഉയരമുള്ള ശില്പമാണിതെന്നും എന്നാൽ ചുറ്റും മതിയായ സ്ഥലമില്ലാത്തതിനാൽ അത് പ്രതിമയുടെ ആസ്വാദനത്തെ ബാധിച്ചേക്കുമെന്നും അതിൽ അതിയായ വിഷമമുണ്ട്
ആഗ്രഹമുണ്ടെന്നും കാനായി പറഞ്ഞു. ഇപ്പോൾ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തിരി വൈകിയത്. പണം തരും, അത് തീരുമ്പം ഞാൻ തിരിച്ചു പോകും. പിന്നെ പണം സാങ്ഷനാക്കുമ്പം വരും. അങ്ങനെ എനിക്കിപ്പോൾ ഇത് 3 മാസം കൊണ്ട് തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് 40 അടി പൊക്കമുള്ള ശില്പമാണ് ഞാൻ ചെയ്ത ശില്പങ്ങൾ. ഏറ്റവും പൊക്കമുള്ള ശില്പമായത്. ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശില്പമാവാനാണ് വഴി. ഒരുപാട് യാതനകൾ. എൻ്റെ നാടല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത്. അന്ന് എൻ്റെ പ്രസിഡന്റ് ബാലകൃഷ്ണ മാഷാണ് എന്നെ നിർബന്ധിച്ചിട്ട് കാനായിട്ട് ശില്പം ഇടപെടാൻ തുടങ്ങിയത്. നല്ല കാര്യമായിരുന്നു. സാമ്പത്തിക ശേഷി കാരണമാണ് ഇത്തിരി നിർത്തിയത്. 5 തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ശില്പനിർമ്മാണം. 3 മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കും. ഇതിനുശേഷം മാത്രമേ പുതിയ ശില്പപ്രവൃത്തികൾ ഏറ്റെടുക്കുന്നുള്ളൂവെന്നും കാനായി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായി കുഞ്ചത്തൂരിൽ നിർമ്മിച്ച അടിപ്പാത അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. ഇടുങ്ങിയ രീതിയിൽ നിർമ്മിച്ച അടിപ്പാത ഉപകാരത്തേക്കാൾ ഉപദ്രവമാവുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാരുടെ പരാതി. നാട്ടുകാരുടെ നിരന്തര പോരാട്ടത്തിന്റെ ഫലമായാണ് കുഞ്ചത്തൂരിൽ അടിപ്പാത അനുവദിച്ചത്. എന്നാൽ ഈ അടിപ്പാത ജനങ്ങൾക്ക് ദുരിതമാകുന്ന സ്ഥിതിയാണുള്ളത്. തലപ്പാടി ചെങ്കള റീച്ചിലെ ആദ്യ അടിപ്പാത തന്നെ അശാസ്ത്രീയമായി നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇടുങ്ങിയ രീതിയിൽ നിർമ്മിച്ച അടിപ്പാത ഉപകാരത്തേക്കാൾ ഉപദ്രവമാകുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊക്കമുള്ളവർ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ തല തട്ടുമോ എന്ന ഭയപ്പാടോടെയാണ് പോകുന്നത്. സർവീസ് റോഡിന്റെ ഇരുഭാഗത്തേക്കും അവസാന ലെയർ ടാറിംഗ് ജോലികൾ കഴിഞ്ഞതോടെ അകം കുഴിഞ്ഞ അടിപ്പാതയിൽ ചെറിയ മഴ വന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം ആളുകൾക്ക് നടന്നു പോകാനും പ്രയാസം നേരിടേണ്ടി വരുന്നു. ഇത് കാരണം വിദ്യാർത്ഥികളും ഇതുവഴി പോകാൻ മടിക്കുന്നു. ഈ ദുരിതത്തിന് ഉത്തരവാദി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയുമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഈ അണ്ടർപാസ് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് സമരം ചെയ്ത് നേടിയെടുത്ത ഒരു അണ്ടർപാസാണ്. എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും ഇതിന് ഇടപെട്ടിരുന്നു. പക്ഷെ ഇവിടെ ലഭിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ അവസാനത്തെ ലെയർ റോഡിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇതുവരെ വലിയ സ്വിമ്മിംഗ് പൂൾ പോലെ ആയിട്ടുണ്ട്. ഇവിടെ ആർക്കും നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ വിശേഷമാണ്. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, മദ്രസയിൽ പോകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ എല്ലാവരും അന്ന് ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും പോകുന്ന ഒരു സ്ഥലമാണ്, നടന്നു പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ മഴക്കാലത്ത് മഴവെള്ളം കാരണം ഇവിടെ നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനിടെ കൃത്യമായ പഠനങ്ങളില്ലാതെയാണ് ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി പലയിടത്തും അടിപ്പാതകൾ നിർമ്മിച്ചതെന്ന ആരോപണവും ശക്തമായി. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. KSTP റോഡ് വികസിപ്പിച്ചതോടെ കുഴിയിലായി കുമ്പള ബസ് സ്റ്റാൻഡ്. ഇത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സിറക്കാൻ പറ്റാത്തതുൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു. അപകട സാധ്യതയും നിലനിൽക്കുന്നു. KSTP റോഡ് വികസിപ്പിച്ചതോടെ കുമ്പള ബസ് സ്റ്റാൻഡ് താഴ്ചയിലായത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബസ്സുകളുടെ പിറകവശം റോഡിലിടിക്കുന്നത് പതിവായതോടെ അപകട സാധ്യതയും വർദ്ധിച്ചു. ദിവസവും 100 കണക്കിന് ബസ്സുകൾ എത്തുന്ന ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ അപകടം പതിയിരിക്കുന്നത്. ഇക്കാര്യം നിരവധി തവണ KSTP റോഡ് നിർമ്മാണ കമ്പനി അധികൃതരോടും പഞ്ചായത്തിലും അറിയിച്ചിട്ടും പ്രശ്നപരിഹാരമുണ്ടായിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്തെത്തി. ഒരു ലോഡ് മെറ്റൽ മിശ്രിതമിട്ട് ഉറപ്പിച്ചാൽ തീർന്ന വിഷയമായിട്ടും അധികൃതർ ഇടപെടൽ നടത്തുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ബസ്സുകളുടെ പിറകുവശം റോഡിൽ ശക്തമായി ഇടിക്കുന്നതിനെ തുടർന്ന് യാത്രക്കാർ പുറത്തേക്ക് തെറിച്ചു വീണ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അടിഭാഗം റോഡിലിടിക്കുന്നത് ബസ്സുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ബസ് ഡ്രൈവർമാർ പറയുന്നു. KSRTC ബസ്സുകൾ റോഡിലിടിക്കുന്നത് പതിവായതോടെ പിൻഭാഗം തകർന്ന് ഇരുമ്പു കഷ്ണങ്ങളും റോഡിലെ മെറ്റലുകളും ഇളകിത്തെറിച്ച് സമീപത്തെ കടകളുടെ ചില്ലുകളിൽ പതിക്കുന്നതും പതിവാണ്. ഇത് വിദ്യാർത്ഥികളടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന് സമാനമായി കോൺക്രീറ്റ് ചെയ്ത് പരിഹാരം കാണാമെന്നിരിക്കെ ഇത് KSTP റോഡ് നിർമ്മാണ അപാകതയെന്ന വാദമാണ് പഞ്ചായത്ത് അധികൃതർ ഉയർത്തുന്നത്. ഇത് കുമ്പള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഇവിടെ ഒരു ബസ് വരുമ്പോൾ പട്ടമൊന്ന് അടിക്കുന്നു. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുക, എല്ലാം പൊണ്ടി തെറിക്കുന്നുണ്ട്. അതേമാതിരി ഒരു ബാത്റൂമായിട്ട് അല്ലെങ്കിൽ ഇത്രയുള്ള സ്ത്രീകളും കുട്ടികളും ഉള്ള സ്ഥലം ഒരു ബാത്റൂമോ അല്ല മറ്റൊരു സൗകര്യം എന്തൊന്നും ഇവിടെ ഇല്ല. ഒരു വികസനം വരാൻ ഇവിടെ പഞ്ചായത്തിന് ഒരു ഇതും ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇത് ഇതിന് എന്തെങ്കിലും ഒരു ഇത് കാണണം. ബസ് നോക്ക്, ബസ് ഓരോന്ന് പോകുമ്പോൾ അടിക്കുന്ന അടി നോക്ക്. അതിൻ്റെ ഏതൊരു ബസ്സിന് നോക്ക്, ബേക്ക് അടിച്ചിട്ട് എല്ലാം പൊന്തിയിട്ട് ഇതായിട്ടുണ്ട്. അതിനെ ചോദിക്കാനും വെക്കാനും ഇവിടെ ഒരു മനുഷ്യനും ഇടപെടുന്നില്ല.
ഇതെല്ലാം സ്ഥിതി നോക്കി, ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി, ഇതൊരു ബസ് സ്റ്റാൻഡ്, ഒരു ബാത്റൂം പോലും ഇവിടെ ഇല്ല. ഏതെല്ലാം ഈ പാവപ്പെട്ട ഇപ്പോൾ ഈ ഷുഗറും പ്രഷറുള്ള പെണ്ണുങ്ങൾ വന്നിട്ട് ഹോട്ടലിലും ആരെയുടെ ചോദിക്കുന്നുണ്ട് ബാത്റൂം ഉണ്ടാ ഇതുണ്ടാകുന്നു. ആ സ്ഥിതിയിലാണ് ഇന്ന് ഈ കുമ്പള ബസ് സ്റ്റാൻഡ് ഉള്ളത്. റോഡിന് സമാനമായി കോൺക്രീറ്റ് ചെയ്ത് പരിഹാരം കാണാമെന്നിരിക്കെ ഇത് KSTP റോഡ് നിർമ്മാണത്തിലെ അപാകതയെന്ന വാദമാണ് പഞ്ചായത്ത് അധികൃതർ ഉയർത്തുന്നത്. അതേസമയം റോഡ് വികസനത്തിന്റെ ഭാഗമായി കുമ്പള ബസ് സ്റ്റാൻഡിന്റെ ഭാഗമായിരുന്ന സ്ഥലം KSTP കയ്യേറിയതായും ആക്ഷേപമുണ്ട്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. വിശ്വപരിവാര ബൺസ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് കാസർഗോട്ട് തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി കൊറുവയൽ ശ്രീ ദുർഗാ പരമേശ്വരി പ്രാർത്ഥനാ മന്ദിരത്തിലാണ് നടക്കുന്നത്. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശ്വപരിവാര ബൺസ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി കൊറുവയൽ ശ്രീ ദുർഗാ പരമേശ്വരി പ്രാർത്ഥനാ മന്ദിരത്തിലാണ് നടക്കുന്നത്. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ദീപം തെളിയിച്ച് പരിപാടി ಉದ್ಘಾಟನೆ ചെയ്തു. ಎಲ್ಲ ಸಮಾಜಗಳು ಕೂಡ ತಳಮಟ್ಟದಲ್ಲಿ ಅವರವರ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಅದು ಒಗ್ಗಟ್ಟಾಗಬೇಕು ಮತ್ತು ಸದೃಢವಾಗಿರಬೇಕು. ಇದರಿಂದಾಗಿ ಬಹಳಷ್ಟು ಪ್ರಯೋಜನಗಳು ಆ ಸಮಾಜಕ್ಕೆ ಉಂಟಾಗ್ತದೆ. ಯಾಕಂದರೆ ಎಲ್ಲ ಸಮಾಜಗಳಿಗೂ ಕೂಡ ಅದರದ್ದೇ ಆದಂಥ ಸಂಸ್ಕಾರಗಳು, ಅದರದ್ದೇ ಆದಂಥ ಸಂಸ್ಕೃತಿಗಳು ಇರ್ತದೆ. ಬಹುತೇಕ ಇವತ್ತು ನಾವು ನಮ್ಮ ಸಮಾಜದಲ್ಲಿ ನಮ್ಮ ಯುವ ಪೀಳಿಗೆ, ಯುವ ತಲೆಮಾರು ಯಾವುದೇ ನಮ್ಮ ಸಂಸ್ಕೃತಿಯ ಬಗ್ಗೆ, ಸಂಸ್ಕಾರದ ಬಗ್ಗೆ ಅರಿವನ್ನು ಹೊಂದಿರುವುದಿಲ್ಲ. ಹಾಗಿರುವಾಗ ಇಂಥ ಸಮಾವೇಶಗಳು ಜರುಗಿದಾಗ, ಸಮಾವೇಶದಲ್ಲಿ ಸಮಾಜದ ಸಂಸ್ಕೃತಿಗಳು ಅನಾವರಣಗೊಂಡಾಗ, ಅದರ ಸಂಸ್ಕಾರಗಳು ತಿಳಿಯಲ್ಪಡಿದಾಗ ಅದು ಮುಂದಿನ ತಲೆಮಾರಿಗೆ ಕೂಡ ಅದು ವರ್ಗಾವಣೆ ಹೊಂದಲಿಕ್ಕೆ ಮತ್ತು ಯುವ ಜನರಿಗೆ ಅದರ ಬಗ್ಗೆ ತಿಳುವಳಿಕೆ ಮೂಡಲಿಕ್ಕೆ ಅದು ಕಾರಣ ಆಗುತ್ತೆ. BJP ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രിക്കുണ്ടാർ പ്രഭാഷണം നടത്തി. ഡോക്ടർ KC നായക്, വിഷ്ണുപ്രകാശ് പട്ടേരി, കാവുമട എന്നിവർ മുഖ്യാതിഥികളായി. സന്തോഷ് കുമാർ കായ മജുരു അധ്യക്ഷത വഹിച്ചു. വിശ്വനാഥ് നായക്, ഗണേഷ് നായക്, അഡ്വക്കേറ്റ് വിനോദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. സമുദായത്തിലെ മുതിർന്ന അംഗങ്ങളെയും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളെയും പരിപാടിയിൽ ആദരിച്ചു. മനോഹര നായക് സ്വാഗതവും ഡോക്ടർ ജയപ്രകാശ് നായക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കറന്തക്കാട് കിണറ്റിലേക്ക് ചാടിയ തമിഴ്നാട് സ്വദേശിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി മാരിമുത്തു പാണ്ഡ്യനെയാണ് കാസർഗോട്ടെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. കറന്തക്കാട് ആളുകൾ നോക്കി നിൽക്കെ കിണറ്റിലേക്ക് ചാടിയ തമിഴ്നാട് സ്വദേശിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി മാരിമുത്തു പാണ്ഡ്യനെയാണ് രക്ഷിച്ചത്. ദേശീയപാതയ്ക്ക് സമീപം കാസർഗോഡ് കറന്തക്കാട് കവലയിലെ കിണറ്റിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. മാനസികാസ്വാസ്ഥ്യമുള്ളയാളാണ് ഇയാളെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഫയർ ഓഫീസറായ ജീവനാണ് കിണറ്റിലിറങ്ങിയത്. സ്റ്റേഷൻ ഓഫീസറുടെ ചുമതലയുണ്ടായിരുന്ന സന്തോഷ് കുമാർ, KB മനോഹരൻ, ഷംനാഥ്, സുരാജ്, വിജിൻ, ഷഹാദ്, അനീഷ്, രാജു എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് ജില്ലാ സമ്മേളനം കാസർഗോട്ട് നടന്നു. മുതിർന്ന അഭിഭാഷകൻ IV ഭട്ട് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കോപ്പറേറ്റീവ് ബാങ്ക് സെന്റിനറി ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് AC അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അഭിഭാഷകൻ IV ഭട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. Up to giving independent opinion on any problem in the society. It also extends even in the family matters, when the family members have disputes or difference of opinion. Dispute need not be the dispute, even differences of opinion. Even there, the disinterested, impartial opinion of the advocate will help the members of the family to prevail peace in the family.
സംസ്ഥാന സെക്രട്ടറി NP ശിഖ, K രാജേഷ്, K കരുണാകരൻ നമ്പ്യാർ, P മുരളീധരൻ, SK പ്രജിത്ത്, KM ബീന, B രവീന്ദ്രൻ, SM ഗായത്രി എന്നിവർ സംസാരിച്ചു. പണ്ടത്തെ പോലെ ഒരു 3 ലോ കോളേജ് അല്ല ഇന്ന് കേരളത്തിലുള്ളത്. മറിച്ച് കേരളത്തിൽ അങ്ങും ഇങ്ങും ലോ കോളേജുകളുടെ എണ്ണം അധികം കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷത്തിലും എൻറോൾ ചെയ്തു വരുന്ന അഡ്വക്കേറ്റ്സിന്റെ എണ്ണം നിരന്തര ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംരക്ഷണമായി, ക്രിയാത്മകമായി, സ്വന്തം പ്രൊഫഷനിൽ നല്ല രീതിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്, ഇന്നത്തെ ആവശ്യമാണ്, വളർന്നു വരുന്ന തലമുറയുടെയും ആവശ്യമാണ്. ഈ ആവശ്യത്തിന് വേണ്ടി ഇന്ന് കേരളത്തിൽ ശബ്ദമുയർത്തിയ ഏക സംഘടന ഭാരതീയ അഭിഭാഷക പരിഷത്ത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് സബ് ജില്ലാ ഫൗണ്ടേഷണൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ബോവിക്കാനം സരസ്വതി വിദ്യാലയത്തിലാണ് പരിപാടി. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് സബ് ജില്ലാ ഫൗണ്ടേഷൻ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ഭോവിക്കാനം സരസ്വതി വിദ്യാലയത്തിൽ നടക്കുന്ന കലോത്സവം മല്ലം ദുർഗാ പരമേശ്വരി ക്ഷേത്ര ട്രസ്റ്റിയും മാതാ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ശശിധര ഭട്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ಇನ್ನು ಮುಂದಿನ ಸಮಯದಲ್ಲಿ ಬರುವಂಥ ವಿದ್ಯಾಭ್ಯಾಸ ನಯಗಳಲ್ಲಿ ಇದನ್ನು ಅಳವಡಿಸಿಕೊಳ್ಳಲಾಗಿದೆ. ಆದರೂ ಅದಕ್ಕೆ ಮುಂದಾಗಿಯೇ ನಾವು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ ಅಂತ ತುಂಬ ಸಂತೋಷದ ವಿಚಾರ. ಈ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ವಿದ್ಯಾಭಾರತಿ ಕಾಸರಗೋಡ್ ಝೋನಲ್ ಫೌಂಡೇಶನ್ ಸ್ಕೂಲ್ ಕಲೋತ್ಸವವನ್ನು ದೀಪ ಬೆಳಗಿಸುವ ಮೂಲಕ ಉದ್ಘಾಟಿಸಲಾಗಿದೆ. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിദ്യാലയ സമിതി പ്രസിഡന്റ് B മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി P ഗണേഷ് പരിപാടി വിശദീകരിച്ചു. വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ P ശിവശങ്കരൻ നായർ സംബന്ധിച്ചു. കലോത്സവത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 400ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ഹെഡ് മാസ്റ്റർ D സദാശിവൻ സ്വാഗതവും ചാത്തുക്കുട്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കയ്യാർ ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ വിശാൽ മോനിസിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തി ക്രിസ്മസ് സന്ദേശം കൈമാറി. ನಾವು ಕ್ರಿಸ್ಮಸ್ ಸಂದರ್ಭದಲ್ಲಿ ಮನೆ ಭೇಟಿ ಮಾಡುತ್ತಾ ಇದ್ದೇವೆ. ಕ್ರಿಸ್ಮಸ್ ಸಂದೇಶವನ್ನು ಸಾರುತ್ತಾ ಎಲ್ಲ ಮನೆಗಳಿಗೆ ನಾವು ಭೇಟಿ ಮಾಡಿ ಸಿಹಿ ತಿಂಡಿಯನ್ನು ಹಂಚಿ ನಾವು ಮನೆಯಲ್ಲಿರುವ ವೃದ್ಧರಿಗೆ, ಮಕ್ಕಳಿಗೆ ನಾವು ಕ್ರಿಸ್ಮಸ್ ಹಾಗೂ ಹೊಸ ವರ್ಷದ ಶುಭಾಶಯವನ್ನು ಸಾರುತ್ತೇವೆ. കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് പുതുവത്സര വിപണി കാഞ്ഞങ്ങാട്ട് തുടങ്ങി. കുന്നുമ്മൽ റോഡിലുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ഭവൻ ഹോട്ടലിന് സമീപത്താണ് വിപണി തുടങ്ങിയത്. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റിനങ്ങൾ വിപണി വിലയേക്കാൾ വൻ വിലക്കുറവിലും വിപണന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും. ഒരു ദിവസം 300 പേർക്ക് സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളാണ് വിപണന കേന്ദ്രത്തിലുള്ളത്. 30 വരെ നീളുന്ന വിപണന കേന്ദ്രങ്ങളിൽ റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുക. ഒരു ദിവസം 300 പേർക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായ നിലയിൽ ടോക്കൺ ബുക്കിംഗ് ഏർപ്പെടുത്തി തിരക്കൊഴിവാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതായി കൺസ്യൂമർ ഫെഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുന്നുമ്മൽ
റോഡിലുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ഭവൻ ഹോട്ടലിന് സമീപത്താണ് വിപണി തുടങ്ങിയത്. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK രാജൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത ആദ്യവിൽപ്പന നടത്തി. അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ PV ശൈലേഷ് ബാബു സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ KV വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊവ്വൽ പള്ളി മഖാം ഉറൂസിന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുത്തലീബ് ഹാജി കൂളിയങ്കാൽ പതാക ഉയർത്തി. പ്രാർത്ഥനാ സദസ്സിന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. സമൂഹത്തിൽ നടമാടുന്ന ആഭാസങ്ങൾക്ക് അറുതി വരുത്താൻ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കോവൽപ്പള്ളി മഖാം ഉറൂസിന്റെ പ്രാർത്ഥനാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വലിയ വലിയ വിപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കലാലയം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്ന പലവിധ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ആ തെറ്റായ ജീവിത രീതികളിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥമായി തിരിച്ചറിവ് നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്താൻ ഒരു രക്ഷിതാവ് തയ്യാറാവണം. നമ്മുടെ മക്കൾ പരീക്ഷമാണ് എന്നുള്ള അനുഗ്രഹമാണ്, അത് പരീക്ഷ കൂടിയാണ്, തിരിച്ചറിവോടുകൂടി അവരെ നേർവഴിയിൽ വളർത്താൻ കഴിയണം. നമ്മുടെ മക്കൾ കാരണമായി സ്വർഗത്തിൽ പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. അതുകൊണ്ട് നാം മരണപ്പെട്ടാൽ നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ട് നമുക്ക് വേണ്ടി അള്ളാഹു എന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന മക്കളായി മാറ്റാൻ കഴിയണമെങ്കിൽ അവർക്ക് ദീനി വിജ്ഞാനം നൽകി ദീനി ബോധത്തോടു കൂടി വളർത്തിയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഉറൂസ് കമ്മിറ്റി വൈസ് ചെയർമാൻ PA അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷനായി. മുത്തലീബ് കൂളിയങ്കാൽ സ്വാഗതം പറഞ്ഞു. സമസ്ത മുഷാവറ അംഗം ഇബ്രാഹിം മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. അമീൻ അമാനി മട്ടുൽ മുഖ്യപ്രഭാഷണം നടത്തി. റൌഫ് അസ്ഹരി ആക്കോട്, അസ്ഹർ റബ്ബാനി കല്ലൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ബുർദ മജ്ലിസ് നടന്നു. PA മുനീർ, C അബ്ദുള്ള ഹാജി, അസീസ് മാസ്റ്റർ, MA ഷഫീഖ്, ഫാസിൽ ജബ്ബാർ, ഇഫ്സൽ, അബ്ദുള്ള ഇമമി എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ സീനിയർ ഇന്റർ സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുത്ത് അജാനൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള കാസർഗോഡ് ജില്ലാ സീനിയർ ഇന്റർ സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. അജാനൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ലൈറ്റ് വോളി ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A ദാമോദരൻ, സംഘാടക സമിതി ചെയർമാൻ M പോക്ലൻ, ജില്ലാ ഗവൺമെന്റ് ലീഡർ K ദിനേശ് കുമാർ, ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ K വിജയൻ മാസ്റ്റർ, ഷൈജു, രഞ്ജിത്ത് കണ്ണിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. ജയൻ അടോട്ട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഔഫ് അബ്ദുൾ റഹ്മാൻ രക്തസാക്ഷി അനുസ്മരണം നടന്നു. DYFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കല്ലൂരാവിയിൽ കൊല ചെയ്യപ്പെട്ട ഔഫ് അബ്ദുറഹ്മാന്റെ രക്തസാക്ഷി ദിനത്തിൽ പഴയ കടപ്പുറത്ത് DYFIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. അനുസ്മരണ പൊതുയോഗം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ NV ബാലൻ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു, മുൻ സംസ്ഥാന ട്രഷറർ VV രമേശൻ, മുൻ ജില്ലാ പ്രസിഡന്റുമാരായ K രാജ്മോഹൻ, PK നിഷാന്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, ബ്ലോക്ക് സെക്രട്ടറി V ഗിനീഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം, VP അമ്പിളി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ നിതിൻ K സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരു വർഷം പിന്നിടുന്ന പടന്ന എടച്ചാക്കൈ ആർക്കോ ഹെറിറ്റേജ് വില്ലേജ് ആൻഡ് ഫാം ഹൗസിൽ ക്രിസ്മസ് പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. ഡിസംബർ 25-ന് ക്രിസ്തുമസ് ദിനത്തിൽ വൈകുന്നേരം 6:30 നടക്കും. ക്രിസ്തുമസ് രാവിന്റെ ഉദ്ഘാടനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം നിർവഹിക്കും. പയ്യന്നൂർ MLA TI മധുസൂദനൻ മുഖ്യാതിഥിയാകും. ജില്ലാ സൈബർ സെൽ പോലീസ് ഇൻസ്പെക്ടർ P നാരായണൻ, ചന്ദേര SI MV ശ്രീദാസ് എന്നിവർ വിശിഷ്ടാതിഥിയാകും. ആർക്കോ ചെയർമാൻ VPM അബ്ദുൾ റഹീം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് പയ്യന്നൂർ സമന്വയയുടെ കലാകാരന്മാരൊരുക്കുന്ന കലാവിരുന്ന് അരങ്ങേറും. പുതുവർഷത്തിന് മുന്നോടിയായി ഡിസംബർ 31-ന് വൈകുന്നേരം 6-ന് നടക്കുന്ന മതസൗഹാർദ്ദ സാംസ്കാരിക സദസ്സ് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. കവിയരങ്ങ്, ചിരിയരങ്ങ് തുടങ്ങിയ വിഭിന്നങ്ങളായ കലാവിരുന്നും തുടർന്ന് ലാത്തൂസ് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഇശൽ നിലാവ് എന്ന ഒരു മാപ്പിള പാട്ട് ഗാനവും
ഉൾപ്പെടെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള കലാപരിപാടികൾ ആസ്വാദകർക്കായി, അതായത് നമ്മുടെ ആർക്കോ ഹെറിറ്റേജിലെ പാർക്കിലേക്ക് ഉള്ള എൻട്രൻസ് വരുന്ന എല്ലാ ആൾക്കാർക്കും ആസ്വദിക്കാനുള്ള ഒരു വിരുന്ന്, ഒരു കലാസന്ധ്യയാണ് ഞങ്ങൾ ക്രിസ്മസ് ഡേയിൽ വർക്കൗട്ട് ചെയ്തത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി ബാലകൃഷ്ണൻ നായർ വിശിഷ്ടാതിഥിയാകും. തുടർന്ന് ചുരിക കാസർഗോഡ് അവതരിപ്പിക്കുന്ന പാട്ടുത്സവം മ്യൂസിക്കൽ നൈറ്റ് നടക്കും. ആർക്കോയുടെ പുതിയ സംരംഭം 2024 ജനുവരി 15 ബാംഗ്ലൂരിൽ പ്രവർത്തനം തുടങ്ങും. ബാംഗ്ലൂർ ജാമിയ മസ്ജിദിന് സമീപത്ത് ആർക്കോയുടെ രണ്ടാമത്തെ സ്ഥാപനം പ്രവർത്തനം നടക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ VPM അബ്ദുൾ റഹീം, മുഹമ്മദ് ഹനീഫ്, ശശികുമാർ കാളിയാനം, ശിഹാബ് പൊന്നാനി, ശുക്കൂർ കോളയത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന് പള്ളിക്കര ബീച്ചിൽ തുടക്കമായി. 10 ദിവസം നീളുന്ന ഫെസ്റ്റ് ഡിസംബർ 31 അവസാനിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കി KSRTC. 30-ലധികം സർവീസുകളാണ് 3 വർഷമായി മുടങ്ങിയിരിക്കുന്നത്. കാസർഗോഡ് കളക്ട്രേറ്റ് വളപ്പിൽ ഒരുങ്ങുന്നത് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ ഏറ്റവും ഉയരമുള്ള ശില്പം. 40 അടി നീളത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അമ്മയും കുഞ്ഞും ശില്പം 3 മാസത്തിനകം പൂർത്തീകരിക്കും. ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായി കുഞ്ചത്തൂരിൽ നിർമ്മിച്ച അടിപ്പാത അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. ഇടുങ്ങിയ രീതിയിൽ നിർമ്മിച്ച അടിപ്പാത ഉപകാരത്തേക്കാൾ ഉപദ്രവമാകുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. KSTP റോഡ് വികസിപ്പിച്ചതോടെ കുഴിയിലായി കുമ്പള ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഇറക്കാൻ പറ്റാത്തതുൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊപ്പം അപകട സാധ്യതയും ഏറുന്നു. വിശ്വപരിവാര ബൺസ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് കാസർകോട്ട് തുടക്കമായി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടി എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.